അമ്മിണി വരണമെന്നുള്ള വിവരം ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. നോക്കിയപ്പോ അവിടെ കാറും ഇല്ല ജീപ്പും ഇല്ല. നടക്കുക തന്നെയാണ് രസം. നാരായണ പക്ഷിയെ കണ്ടിട്ടുണ്ടോ നാണുമാവൻ? പക്ഷികളെ നോക്കുന്നത് പിന്നെ. എനിക്കിന്ന് തോട്ടത്തിലാ പണി. തിരക്കാച്ചാൽ പരമേശ്വരനെ അയച്ചാ മതിയായിരുന്നു. അവനെ പറഞ്ഞയച്ചിട്ട് ദിവസം എത്രയായി? പന്തംകുളത്ത് ജാഥയില് അവനെയും കണ്ടിരുന്നു. ആ കാരണം പറയണേ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഒരു പന്തംകുളത്ത് ജാഥ. നമ്മുടെ പഠിക്കൽ കൂടി പോയോ? എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞിരുന്നത്? വേഗം നടക്കണ്ട കുട്ടിയെ. മോളെ, ഗുഡ് ബൈ ഗ്രേസി മിസ്. നമസ്കാരം ആൻഡ് ഗുഡ് ബൈ മിസ് എലിസബത്ത് എബനേസർ. ഈ അമ്മ എന്നെ കുറെ ദ്രോഹിച്ചിട്ടുണ്ടായിരുന്നു. മലയാള ഭാഷയെ ദിവസവും കുറേശ്ശെ കൊന്നതിന് വെരി മെനി താങ്ക്സ് സിസ്റ്റർ ആൽബർട്ട. അതെടുക്കണ്ടാനു. പട്ടാളത്തിന്റെ സമ്പാദ്യങ്ങളല്ലേ, ഒക്കെ നിന്റെ അച്ഛന് കണക്കുണ്ടാവും. അയ്യോ, അതൊന്നും എടുക്കണ്ടടി. ഇതെന്താന്നറിയോ? പട്ടാളത്തിൽ ഒരാളെ വെടിവെച്ച് കൊന്നാൽ ഒരു ബാഡ്ജ് കൊടുക്കും. വയസ്സാവുമ്പോൾ എത്ര ആളെ കൊന്നിട്ടുണ്ടെന്ന് പട്ടാളക്കാർക്ക് ഒരു കണക്ക് കിട്ടണ്ടേ? അമ്മണിച്ച് വെറുതെ നോണ പറയാ. സത്യം സത്യം മാത്രമേ പറയാവൂ. നീ കേട്ടിട്ടില്ലേ? സത്യമേവ ജയതേ. ഇവിടെ എല്ലാ ദിക്കിലും നമുക്ക് എഴുതി വെക്കണം മുദ്രാവാക്യം. അച്ഛനെ പറ്റി അങ്ങാടിയിലെ ചുമരിൽ ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ടത്രേ. ഒക്കെ ആ പരമേശ്വരന്റെ പണിയാന്നാ തോന്നണേ. വരണോ അമ്മേ? ഗുഡ് ബൈ സെന്റ് ജോസഫ്സ് ഗേൾസ് പ്രിസൺ. കൈ കഴുകാതെ വന്നിട്ട് ഒറ്റ ഇരിപ്പ. എവിടുന്ന് പഠിച്ച ശീല ഇതൊക്കെ? ഞാൻ കുളിമുറിന്ന് കഴുകി വല്യമ്മേ. ആ, വല്യമ്മയുടെ കൂടെ നിന്നിട്ട് നല്ല ശീലങ്ങളൊന്നും പഠിച്ചില്ലെന്ന് ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കണം. വല്യച്ഛനെ വിളിക്കട്ടെ? ഓ, അവിടെ ദർബാർ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. കുപ്പി വാങ്ങാൻ ചെലവാക്കണ കാശുണ്ടെങ്കിൽ. അപ്പോഴേ വാത്തുമുട്ട ഉണ്ട് അവിടെ. താറാവ് മൂപ്പർക്ക് 2 ദിവസമായിട്ട് മൂലക്കുരുവിന്റെ ഒരു അസ്കത. ഒന്നിനും വ്യവസ്ഥയില്ലാന്ന് വെച്ചാൽ അങ്ങനെ ഓരോന്നുണ്ടാവും. പറഞ്ഞിട്ടെന്താ? ഇനി എരിവും പുളിയില്ലാത്തൊക്കെ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞേക്ക് നിന്റെ അച്ഛനോട്. മൂപ്പർക്കല്ലാന്ന്, രാവുണ്ണി ഇൻസ്പെക്ടർക്ക്. ഇൻസ്പെക്ടർ അങ്കിൾ ജോക്കൊന്നും പറഞ്ഞില്ലേ ഇന്ന്? അയാൾക്ക് സ്റ്റേഷനിൽ പണിയില്ലേ? ഏത് നേരത്തും ഇവിടെ. കുരുമുളക് കട്ട കേസിൽ സംശയമുള്ള എല്ലാവരെയും ഇങ്ങോട്ട് വിളിപ്പിച്ചിട്ടുണ്ട്. ആള് വലിയ ശുണ്ടിക്കാരനാ. എന്നാലും നമ്മൾ എപ്പ വിളിച്ചാലും വരണുണ്ടല്ലോ. ആണോ? ദാ വന്നു. നാണുമാൻ, എന്റെ ജാക്കറ്റ് തുന്നി വാങ്ങിയോ? ഇന്നും കൊണ്ടുവരാം. ഞാൻ വരുന്നതിന് മുമ്പേ കുളിമുറിയിൽ കേറിയതാന്ന് പറഞ്ഞു. നീരാട്ടിന് 1.5 മണിക്കൂർ. ആ, നിനക്ക് അങ്ങനെ ഒരു പരിപാടി ഇല്ലല്ലോ. എത്ര നാളായി തല വിളിച്ചിട്ട്? നമുക്ക് കുറച്ച് പരോശ അല്ലേ അമ്മേ? എന്റെ രണ്ടാമത്തെ ചവിട്ടിന് അവൻ ഇംഗ്ലീഷ് മുഴുവൻ മറന്നു. ഏമാനെന്ന് വിളിച്ച് കാലിൽ കയറിയിട്ട് ഒറ്റപ്പെടുത്തും. മതി നാട്ടാ, സ്റ്റേഷനിൽ പോണം. ലെവല് വിടാനൊക്കോണം ഞാൻ ഒഴിക്കൂല.
രാവുണ്ണിയേട്ടന്റെ കപ്പാസിറ്റി എനിക്ക് അറിഞ്ഞൂടെ? അവറ്റ എന്താടോ വരില്ലേ? ആളെ വിട്ടിട്ടുണ്ട്, വരും. ഓ, കാരണവരുടെ സഭ തുടങ്ങി. ഒരു ലേശം മൂപ്പർക്ക് കൊണ്ടുപോയി കൊടുക്കട്ടെ. ഊണ് കഴിച്ചിട്ടുണ്ടാവും. വേണ്ട. ചോറ് മുഴുവൻ കഴിച്ചോ അച്ഛൻ? പകുതി. 10 മിനിറ്റ് കഴിഞ്ഞ വിശക്കണമെന്ന് പറയാനും തുടങ്ങും. മുത്തശ്ശൻ ഇപ്പൊ ആളുകളുടെ പേരൊക്കെ മാറും. തീരെ വയ്യ. മുത്തശ്ശൻ കുറേശ്ശെയായിട്ടാ മരിക്കണ അല്ലേ? അതാ കഷ്ടം. എന്നെ ചിലപ്പോ ശൈലജയെന്ന് വിളിക്കും. ഇപ്പൊ മുത്തശ്ശൻ എത്ര മരിച്ചിട്ടുണ്ടാവും? പകുതി? അതോ 1/3? 1/3 റെഡി. പെണ്ണേ, ഞാൻ മോന്തയ്ക്കൊന്ന് തന്നാലുണ്ടല്ലോ അവളുടെ ഓരോ കണക്കൂട്ടല്.